ഗൈസ് ഞങ്ങൾ ലക്കിടി പുഴയ്ക്ക് പോവുകയാണ്. വെറുതെ ഒന്ന് പോയി മുങ്ങിയിട്ട് വരാൻ വിചാരിച്ചിട്ടാണ്. പുഴയ്ക്ക് പോവാണ് ഗൈസ്. ഓക്കെ, പോണ വഴി കാഴ്ചകൾ കാണിക്കാം കേട്ടോ. ഓക്കെ, പുഴയ്ക്ക് ഞങ്ങൾ ലക്കിടി കാണും ഗൈസ്. എന്താണ് ഒരു ഭംഗി ഗൈസ്. ഒരു തോണി കിടക്കണ്ട, ആകെ ഒരേ ഒരു തോണി തന്നെ ഉള്ളു നമ്മുടെ ലക്കിടിയിൽ. ഓക്കെ, ഞങ്ങൾ ചുമ്മാ ഒന്ന് ഈവനിങ് ആയപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ്. എങ്ങനെയുണ്ട് ഗൈസ്? എന്തൊരു ചേലാണ്, എന്താ കാറ്റ്, എന്താ സുഖം. ആഹാ, അടിപൊളിയിട്ട് അടിപൊളി. ശരിക്കും പ്രകൃതി നോക്ക് ഗൈസ്, എന്ത് ഭംഗിയാണ് കാണാൻ അറിയോ. ഞങ്ങളിങ്ങനെ വൈകുന്നേരത്ത് ഇങ്ങനെ ഇറങ്ങിയതാണ്. അടിപൊളിയായിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് വന്നോളൂ. ഞങ്ങൾ ലക്കിടിക്ക് അടിപൊളി സ്ഥലം. ഓക്കെ ഗൈസ്, വണ്ടി മെല്ലെ ഓടിക്ക്. വണ്ടി ഇങ്ങനെ കുലുക്കുലാന്ന് കുലുങ്ങുന്നു. നല്ല രസം കിട്ടും. അൻസിൽ മോൻ പോണു ഗൈസ്. ഞങ്ങൾ നടക്കാൻ വിചാരിച്ചു, ചെറിയ വഴിയല്ലേ. നിങ്ങൾ ക്യാമറ വിട്ട ഞങ്ങൾ നടന്നു വരാം. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്, അപ്പോൾ സൂക്ഷിച്ച് പോവുക. ഓക്കെ, പഴയ കാലത്തെ വേലി പോലത്തെ കമ്പി വേലി പോലത്തെ കണ്ടോ, ഇതാ കണ്ടത്. മദാസിൻ പോണു. ഓക്കെ, അവിടൊക്കെ എത്തി ഗൈസ്. ഞാൻ നടന്നു പോണേ ഉള്ളൂ. നല്ല ഭംഗിയില്ലേ ഇവിടെ കാണാൻ. കുറേ ആയി ഞങ്ങൾ പുഴയ്ക്കൊക്കെ വന്നിട്ട്. അപ്പം എന്നാൽ ശരി, ഒരു വ്ളോഗ് എടുക്കുക. വ്ളോഗ് ഇട്ടിട്ടും കുറച്ച് ദിവസമായി എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ ലക്കിടിയൊക്കെ നന്നായിട്ടില്ലേ? ഇവിടെ ഉള്ളവർ പറയണതാണ് കേട്ടോ, നമ്മളെ മേത്ത് പ്രേതം കയറിയിട്ടുണ്ടെങ്കിൽ എന്താ ഇതിൽ വന്നിട്ട് ആണി അടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പോകുന്നൊക്കെ പറയും. എനിക്കറിയില്ല, അങ്ങനെ പറയും. ആ മരമാണിത് കേട്ടോ. നമ്മളെ മേത്ത് വല്ല പ്രേതം കയറുകയാണോ അതൊന്നും എനിക്കറിയില്ല. ഇതുണ്ടോ ആണിയൊക്കെ ഇവിടെ ആണികൾ കുറേ അടിച്ചു വെച്ചിട്ടുണ്ട്. അത് നോക്കട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ആണികളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എവിടെയാണ് അവ കാണുന്നില്ല. നടക്കുക എന്നെ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതിനെ കൊടന്ന് കെട്ടണ മരം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എനിക്കറിയില്ല, അങ്ങനെ പറയുന്ന കേൾക്കാം. ഓക്കെ, വേഗം പോട്ടെ, ഇവിടെ രക്ഷപ്പെടട്ടെ. എങ്ങാനും വല്ല പ്രേതം എൻ്റെ പിന്നാലെ കൂടിക്കഴിഞ്ഞാൽ ഇതാ ഇതിനെന്താ പറയുക, കൈതോല പായ വിരിച്ച് പായേലൊരു പിടി നെല്ലും വീതിച്ച്. പിന്നെന്താ എനിക്കറിയില്ല. ഇതാണ് ഞങ്ങളെ ലക്കിടിപ്പോഴേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അൻസിലിമോൻ വെറുതെ ഗൈസ് പറയുന്ന പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതറിയാതെ വായിൽ വരികയാണ് ഗൈസ്. വീണ്ടും വന്നു. എങ്ങനെയുണ്ട് നോക്കിപ്പോട്ടോ, വല്ല പാമ്പും ചേമ്പും ഉണ്ടെങ്കിൽ അറിയില്ല. ഓക്കെ, നല്ല ഭംഗിയില്ലേ കാണാൻ? സൂക്ഷിച്ച് പോകണം, വല്ല പാമ്പെങ്ങാനും ഉണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. ഒക്കെ പോയി പടച്ചോനെ, ഏതൊക്കെ വഴികളാണ് അവ. കുറേ ആയി വന്നിട്ട്. മൂഴിക്കള്ളുമ്പോൾ ഞങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നു പുഴയ്ക്ക്. ഞങ്ങൾ 4 പേരും പിന്നെ മൂഴിക്കാടുള്ള പിള്ളേരനൊക്കെ വിളിക്കും. ഫുൾ ഗ്യാങ് ആയിട്ടാണ് പുഴയ്ക്ക് വരിക. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് പോവാന്നറിയാം. ചുരുങ്ങി 5 മണിക്കൂറിലും പുഴയിലുണ്ടാവും. പുഴ കാണുന്നുണ്ടോ ഗൈസ്? മൂയിക്ക പിന്നെ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാ കുട്ടിക്കളിക്ക് നിൽക്കും. കുറേ ആയി വന്നിട്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലമൊക്കെ വന്നാണ്, ഈ വർഷമായിട്ട് പിന്നെ വന്നിട്ടേ ഇല്ല. പ്രതീക്ഷിക്കാതെ വന്ന മുടിയൊന്നും ജീവില്ല, അങ്ങനെ ചറപറയെന്ന് വന്നു. നല്ല കാറ്റുണ്ട് കേട്ടോ. നമുക്ക് നല്ല രസമുണ്ട് കാണാൻ ഇവിടെ. കണ്ടോ, ആഹാ അടിപൊളിയല്ലേ. പക്ഷെ കുളിക്കാൻ പറ്റില്ല, എനിക്ക് കുളിക്കാൻ വയ്യ. ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല. ഓ മൈ ഗോഡ്, അങ്ങനെ നമ്മൾ പുഴ എത്തിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. എങ്ങനെയുണ്ട്? ഒമ്പോ മറ്റാളതാ നിൽക്കണു. എന്താ നോക്കണം നോട്ടം. മൂക്കയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ലക്കിടിപ്പുഴ. പാലത്തിൻ്റെ അടിവശമാണ് കേട്ടോ. ഭംഗിയില്ല കാണാൻ? എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഇവിടെയാണ് ഞാൻ വീഡിയോ എടുക്കട്ടെ, നിങ്ങൾ അവിടെ നിന്ന് മാറിക്കുക. ഇതാ
ഇവിടെ നമ്മൾ ഇറങ്ങി കുളിക്കണ കടവ് എന്താ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഈ പൂവ് എന്ത് ഭംഗിയാ കാണാന്നറിയാം. അടിപൊളിയായിട്ട് നോക്ക്, നന്നായിട്ടില്ലേ പൂവ്? ഇതിനെന്താ പറയുക? കുളവാഴ, പുഴവാഴ, എന്താ പറയുക? ഒക്കെ പേര് മറന്നു. സൂപ്പറല്ലേ? ആൾക്കാരൊക്കെ അവിടെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ആരൊക്കെയോ മീൻ പിടിക്കുന്നുണ്ട്. എന്താ കാറ്റ്, രക്ഷയില്ല. ഇത് നോക്ക്. അങ്ങനെ ഞങ്ങൾ ലക്കിടിപ്പുഴ എങ്ങനെയുണ്ട് ഗൈസ്? നോക്കൂ നോക്കൂ നോക്കൂ. ഒരു ദിവസം ഞങ്ങൾ വെള്ളത്തിലിറങ്ങി കളിക്കണ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതാ. ചുമ്മാ ഞങ്ങൾ ചായ കുടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അൻസിൽ പറയാം നമുക്ക് പുഴയ്ക്ക് പോകാറ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പുഴയ്ക്ക് വന്നതാണ് കണ്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളി സ്ഥലമാണ്. നിങ്ങളും കൂടി കണ്ടോ? എന്നാൽ ശരി, വ്ളോഗ് എടുക്കാമല്ലോ വിചാരിച്ചു. മീൻ പിടിക്കും, പോയി നോക്കാം. കിട്ടിയോ? ചെറിയ മീനാ? കരിമീനോ? എങ്ങനെയുണ്ട് ഞങ്ങളെ ലക്കിടിപ്പുഴ? എങ്ങനെയുണ്ട് നോക്കൂ ഗൈസ്, സൂപ്പറല്ലേ? വെയിലടിക്കുന്ന മുഖത്തേക്ക് കിട്ടോ. പക്ഷെ കുളിക്കാൻ വയ്യ, ഡ്രസ്സ് കൊടന്നിട്ടിലേക്ക് ഇനി മുങ്ങാൻ വയ്യ. അതുകൊണ്ടാണ് കാറ്റ്, അമ്മാതിരി കാറ്റാ. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾ കമൻറ്റ് ഇടണേ. ഓക്കെ. ഓ കാറ്റ് മുഖത്തേക്ക് മുടി പറ ചെയ്യുന്നു. കാറ്റ്, നല്ല കാറ്റ്. എന്താ ഒരു കാറ്റ്, അമ്മാതിരി കാറ്റ്. കണ്ടില്ലേ ഞങ്ങളെ പുഴനെ കുറിച്ച്? എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടണം എങ്ങനെയുണ്ടെന്ന്. നീ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. എന്നാൽ പാമ്പാടിക്കട പോവുകയാണെങ്കിൽ എന്നാൽ നീക്ക് വേഗം പോവാം. അവിടുന്ന് ടൈം കളയണ്ട. വാ, അവിടെ നിന്ന് ഏതായാലും വീഡിയോ ഒക്കെ എടുത്തില്ലേ? വായോ, എനിക്ക് അവിടെ വീഡിയോ എടുക്കുകയും ചെയ്യാൻ നടക്ക്. അതല്ലേ നല്ലത്. വാ. എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ? സൂപ്പറായില്ലേ? അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുളിച്ചൊന്നുമില്ല, വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ പാമ്പാടി കടവിലേക്ക്, നമ്മൾ ലക്കിടി പാലം അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പുഴയാണ് കേട്ടോ. നടന്നു വരാൻ ദൂരമുള്ള. പക്ഷേ ഞങ്ങൾ നടന്നില്ല, സ്കൂട്ടി എടുത്തു. ഓക്കെ. മനസ്സിൽ നല്ല രസമുണ്ട് കാണാൻ. അതെന്താ? പാവട്ടോ, ഈ ഉറക്കൊഴിച്ച് പഠിച്ചിട്ടൊക്കെ എങ്ങനെ തോൽക്കണത്? നമ്മൾ അസിൽ കുസിലി മസലാണ്ടി. അസിൻ്റെ പഠിപ്പ് അങ്ങനെയാണല്ലോ, രാത്രി ഉറക്കൊഴിച്ച് പഠിക്കുക. തലേന്ന് ക്യാമറ വെച്ചിട്ടുണ്ട് പറഞ്ഞ്. എവിടെ കാണുന്നുണ്ടോ? ആരെങ്കിലും തേങ്ങ എടുത്താലോ വെച്ചിട്ടേക്കും. പന്നി വന്നു, ഞങ്ങൾ ഓടുക. പന്നി വന്നു, കുത്തി മറിച്ചിട്ടാലോ? അയ്യോ, ലക്കിടിപ്പുഴ കണ്ടു ഗൈസ്, ലക്കിടിപ്പുഴ കണ്ടു. ഇനി ഞങ്ങൾ പാമ്പാടി കടവിലേക്ക് എത്തി ഗൈസ്. നല്ല തിരക്കുണ്ടില്ല, വണ്ടികൾ നിൽക്കുന്നില്ല. ഗൈസ്, ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഒരു കാറ് വന്ന് പുഴയിലേക്ക് വീണു. അന്ന് ഈ കമ്പി ഉണ്ടായിരുന്നില്ല കേട്ടോ, അതിന് ശേഷമാണ് കമ്പി വെച്ചത്. ഈ ചതിച്ചു ഗൈസ്, പുഴയിൽ വന്ന് വീണു. ഷാർക്കൊന്നും പരിക്കൊന്നും പറ്റിയില്ല. അപ്പം തന്നെ ആംബുലൻസൊക്കെ വന്ന് അങ്ങനെ കൊണ്ടുപോകൊക്കെ ചെയ്തു. നിങ്ങൾ പേപ്പറിൽ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. അത് എൻ്റെ 2 കണ്ണുകൾ നടന്നു പോകുന്നു. ഓക്കെ. അങ്ങനെ ഞങ്ങൾ പാമ്പാടിക്കടവിലേക്ക് എത്തി ഗൈസ്. ഇവിടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സൈഡിൽ കൂടെ നടന്നു പോയി, കെട്ടിക്കൂടെ അങ്ങനെ നടന്നു പോയി. നല്ല രസമുണ്ടായിരുന്നു. വെള്ളം കുറവായിരുന്നു, അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. മറ്റേ നല്ല വഴുക്കലായിരിക്കും, പക്ഷെ ഇന്ന് വഴുക്കലൊന്നുമില്ല. നല്ല സൂപ്പറായിട്ട് നടന്നു പോയി. സൂക്ഷിക്കണം. ചെറിയ പിള്ളേരെ കളിക്കുന്നത് നമുക്ക് കാണുമ്പോൾ പേടിയും, അവർക്ക് യാതൊരു വിധ പേടിയില്ല. പാരൻസ് ഒരിടത്തില്ല, പിള്ളേരെ ഒരിടത്തിൽ നിൽക്കണം. നമുക്ക് ഇത്രയും പോത്ത് പോലത്തെ പിള്ളേരായിട്ട് പോകുമ്പോൾ നമുക്ക് പേടിയാ, നോക്കി നടക്കാൻ. അവിടെ ഉള്ളവർക്ക് യാതൊരു വിധ പേടിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഏറ്റവും മറ്റത്ത് പോയി അൻസിന് മോനെ കുളിക്കണം പറഞ്ഞിട്ട് ഇവിടെ നിന്നില്ല കേട്ടോ. ഞങ്ങൾ ഏറ്റവും മറ്റത്തിൽ എന്ത് രസമാണെന്ന് പറയാം ഇവിടെ കാണാൻ. സ്ലിപ്പായി കഴിഞ്ഞ് മക്കളെ കഴിഞ്ഞു നേരെ ഞങ്ങൾ പുഴയ്ക്ക് വന്നു ഗായ്സ്. നോക്കി നല്ല ഭംഗിയില്ലേ അവിടെ കാണാൻ, അടിപൊളിയല്ലേ?
തലക്കടിപ്പുഴ കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ. ഓക്കെ. നനഞ്ഞു ഗായ്സ്, നനഞ്ഞു. വെള്ളം വളരെ കുറവായിരുന്നു. വെള്ളം ഉള്ളുമ്പോൾ ഒരു ഭംഗി, വെള്ളം ഇല്ലാത്തുമ്പോൾ ഒരു ഭംഗി. വെള്ളം അല്ലെങ്കിൽ നമുക്കൊരു ഗുണമുണ്ട്, ഇങ്ങനെയും നടന്ന് പോവാം, അങ്ങനെ ഒരു ഗുണമുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് നോക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ കടുകി ഈ ഒരു ടൈമായി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഫോട്ടോസൊക്കെ സൂപ്പറായിട്ട് എടുക്കാം. കാരണം പോയി ഏറ്റവും ഉച്ചത്തേക്ക് ഞങ്ങൾ പോയി. ഇവിടെ ആൾക്കാരെല്ലാം വെച്ചിട്ട് അങ്ങനെ ഏറ്റവും അറ്റത്ത് പോയി. ഒന്നും പറയണ്ട ഗായ്സ്, അടിപൊളി എന്തൊരു ഭംഗിയാണ്. കളിക്കാൻ നിൽക്കാല്ലേ വന്ന നോക്ക് ഗായ്സ്. പേടിയാവണോ റബ്ബേക്ക്, പേടിയാവണു. വീണാട്ടും അങ്ങോട്ട് പോകും, ഒലിച്ചങ്ങോട്ട്. പിന്നെ ഷൊർണൂരൊക്കെ കിട്ടുള്ളൂ, അതിന് മാത്രമുള്ള വെള്ളമൊന്നുമില്ല കേട്ടോ. ആ നടക്ക് പേടിയാവണു. അല്ലാ വഴിക്ക് വീണ പാവം. ഇപ്പം ഇതിൻ്റെ അടിയിൽ കൂടെ താഴ്ന്നിട്ട് വേണം പോണെങ്കിൽ ഗായ്സ്. സസിമോളെ സൈഡിൽ നിൽക്കല്ലേ കേട്ടോ, പേടിയാവ ക്ഷീണ്. കിടന്നു ഗായ്സ്, കിടന്നു. ഞാൻ വഴിക്ക് ഷംനാലക്കടി എങ്ങനെ അല്ലാ തവക്കൽക്കാരല്ലാ. മോയിക്കോളുമ്പോൾ വന്നാണ് ഗൈസ്. പിന്നെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല, ഇറങ്ങാറില്ലല്ലോ. ഇരുട്ടായി കേട്ടോ, ഇരുട്ടായപ്പോൾ അതിൻ്റെ ഒരു ഭംഗി അങ്ങോട്ട് പോയി കേട്ടോ. അൻസിലിമോന് കുളിക്കാൻ പോണുണ്ട്. സോനെ അൻസില് നോക്കും, ഒറ്റക്ക് നീന്തി പോണ് റബ്ബേ. അല്ലാ പേടിയാവണു. അവർക്ക് ശീലമായി, നമുക്ക് കാണുമ്പോൾ പേടി. നോക്ക് അൻസിലിയോ വല്ലാതെ നീന്തി പോവല്ലേക്ക് വയ്യ, പേടിയാവണു കാണുമ്പോൾ. അവിടെ എന്താ അധികം താഴ്ചല്ലേ തോന്നണു അല്ലേ? അതെന്താ സംഭവമാണ് അതുപോലെ ഡാൻസിൽ കയറണ അതിൻ്റെ മുകളിൽ. ഓനിക്ക് ചീത്ത പറയേനി ഇപ്പം ഇതൊക്കെ എടുത്ത് വീഡിയോ ഇട്ടാ. ആ വരുന്നു വെള്ളം. അടിപൊളി. അയ്യോ തൊലച്ചു, അത് അടിപൊളി. അതിമോളെ ഫോട്ടോ എന്ത് ഭംഗിയാ കാണാന്. ചെറുക്കന് ഒരു പേടിയില്ലാട്ട മക്കളെ, ഒരു പേടിയില്ല. പേടിയില്ലാതെ പോകുന്നത്. ചെറുക്കന് ഒറ്റക്ക് പറഞ്ഞാൽ കേൾക്കണില്ല, പടച്ചോനെ നോക്കി തല മാത്രമേ കാണുന്നുള്ളൂ. ആൺപിള്ളേരല്ലേ, അവർ കുറച്ച് ധൈര്യം നമ്മളെ പോലെ. നമ്മളാണെങ്കിൽ വീഡിയോ എടുക്കാൻ ഒരാൾ കാക്കാനെ. അതെവിടെ റബ്ബേ? ഓ ഞാനൊരു പേടി. തമ്പുരാനെ അതാ വരുന്നു. കാണാതായപ്പോൾ റബ്ബേ നോക്കിയപ്പോൾ എന്നെ കാണാനില്ല. എൻ്റെ വലിയൊരു കാളന് എന്നെ ഫോട്ടോ എടുക്കുകയാണ്. ഗായ്സ് നല്ല ഭംഗി. എന്നാ ഞാനൊരു ഐഫോൺ എടുക്കുക ഗായ്സ്. എന്ത് ഭംഗി എന്നെ കാണാൻ കാണിച്ചറിഞ്ഞോ? ഇത് കാണിക്ക്, നോക്കൂ ഗായ്സ് എന്നെ ഫോട്ടോ. എന്തൊരു ഗ്ലാമറാണ് കാണാൻ. വേറെ ഫോട്ടോ എടുക്ക്. ഞാൻ നല്ല ഭംഗിയുണ്ട് പറഞ്ഞ അതല്ല, വേറെ നല്ല ഭംഗിയുണ്ട് പറഞ്ഞ ആ ഫോട്ടോ എടുക്ക്. അതല്ല, ഞാൻ ഏത് നല്ല ഭംഗിയുണ്ട്. എന്തൊരു
എന്തൊരു ഭംഗിയെ കാണാന്നറിയോ, അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. അസിനെ ഫോട്ടോഗ്രാഫറിനെ പഠിപ്പിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ വെറുതെ SSC കൊണ്ട് ചേർന്ന് എന്താണെന്നറിയോ ഒരേ മുങ്ങലാവും വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ. വീണ നേരെ താഴത്തേക്ക് എത്തൂട്ടോ ഗൈസ്, നിങ്ങളെ ഭാഗ്യം പോലെ. നീ നീന്തിയില്ലല്ലോ, നീന്താൻ വീഡിയോ എടുക്കട്ടെ. വൈകുന്നേരത്ത് വന്നിരിക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ കുറേ ആയി വന്നിട്ട്, ആദ്യം ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു, ഇപ്പോൾ കുറേ ആയി വന്നിട്ട്. മനസ്സിൽ പറഞ്ഞ് നമുക്ക് പോകാറ്, ഞങ്ങൾ മൂന്നും കൂടി ഇങ്ങോട്ട് വന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ കുഞ്ഞുമോള് ഫോൺ വിളിച്ചിരിക്കുക, വീട്ടിൽ വന്നിട്ട് അമ്മായി എവിടെയെന്ന് കണ്ടു. അപ്പോൾ അവരടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, വരുമെന്ന് വിചാരിക്കും. ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ, ഇനി ഇവിടെ നിന്ന് നീച്ച് അങ്ങോട്ട് പോകാൻ വയ്യ. അപ്പോൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, അപ്പോൾ വരാതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം, കുറച്ച് നേരം കൂടി വന്നിട്ട് നമുക്ക് നീച്ച് പോവാം. ശരി, നീ നീന്തി വരാൻ വീഡിയോ എടുക്കാം. അതാ മനസ്സിൽ നീന്തിയിട്ട് വാ. ഉള്ളിൽ കൂടെ ഞാൻ നീന്തി വാ. അത് സാറില്ല, നീ അറിയുന്ന പോലെ നീന്തിയാ മതി. വാ, നീ പഴയ മൊത്തം ബ്ലോഗിൽ പെടും കേട്ടോ. പുഴയുടെ നീന്തി വാ. അവിടെ എത്തി ഗായ്സ്, സദാ വരുന്നുണ്ട്. കുഞ്ഞുമോളും മൂപ്പിയും പിള്ളേരും എല്ലാവരും കൂടി വരുന്നുണ്ട് ഗായ്സ്. എല്ലാത്തിനും വിളിച്ചു വരുത്തി, എല്ലാവരും വരുത്തി. ഓ, മുബീന കുഞ്ഞുമ്മ ഗ്ലാമർ ആയിരിക്കണൂല്ലോ. സലാം. അല്ല സഫ്ന എവിടെ? എന്താ ഒരു സുഖം, മഫ്ല മുഹമ്മദ് നേരത്തെ വന്നില്ലല്ലോ. എന്താ? ഓ, മഹാലും ഇറങ്ങാൻ തയ്യാറായിട്ട് വരുന്നു. അപ്പുകുട്ട ഷർട്ട് സൂപ്പർ ആയില്ലല്ലോ, പുതിയതാ. അതെ, നന്നായി. എന്നെ ഫോട്ടോ എടുക്കാണ്, അതിനെന്താണ്, കിടക്കട്ടെ, ഫ്രീക്കായി കിടക്കട്ടെ. നന്നായിട്ട് ദിനാൻ്റെ ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട്. 350 രൂപ. ഓഫ്, നാണം കെടുത്തി. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് ഡ്രസ്സ്. അതൊക്കെ ഇപ്പോൾ ഇതിന് വരും 350 രൂപ. എനിക്ക് വീട്ടിൽ പോയിട്ട് സോറി, ഒരു 0 കമ്മിയായി. 3500 ആ വുഡീൻ്റെ വില 3500 ഇത്ര. ഇതാണ് നമ്മളെ ചങ്കും കരളും. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗായ്സ്. ഇരുട്ടായിപ്പോയി. അപ്പോൾ നമ്മളെ കുഞ്ഞെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ സ്വന്തം ഷംന ലക്കിടി. ഓക്കെ, ബൈ.